ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇത്രയും അളവിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ഇടാൻ വേണ്ടിയിട്ട് വെറുതെ ഇടയ്ക്കൊന്ന് എന്തെങ്കിലും ഇത് വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേറൊന്നുമില്ല, നമുക്ക് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരണ്ട, അത്രയും വരെ നമുക്ക് ഇതായിട്ട് കിട്ടേണ്ട കാര്യമില്ല. ഒരുവിധം ഒന്ന് സ്റ്റിഫായിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാനത് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനത് ബീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടൻസ് മിൽക്കും ചോക്ലേറ്റും കൂടെ അതിൻ്റെ അകത്തേക്ക് മിക്സ് ആക്കി കൊടുക്കാം. കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചോക്ലേറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എന്താണ് ചേർക്കേണ്ടതെന്ന്. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോൾ അതും കൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് മൂടി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ട്രേ ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം പണിയൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ മധുരവും കൂടെ പഞ്ചസാരയും കൂടെ ഇട്ട് അതിനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊന്നുമില്ല, ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിനൊരു മൂടി കൊണ്ട് നല്ലതുപോലെ അടച്ച്, ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇറങ്ങാൻ പാടില്ല. 2 മണിക്കൂറിൽ ഫ്രീസറിൽ വെച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് സെറ്റായി കിട്ടും. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ പറഞ്ഞ സമയം വരെ ഒന്നും വെക്കാനുള്ള സാവകാശം ഇവിടെ കിട്ടിയില്ല. പിള്ളേരുള്ള വീടുകളിൽ ഇതാണല്ലോ അവസ്ഥ. അപ്പോൾ എന്നാലും എനിക്കും തോന്നുന്നത് നമ്മുടെ ഐസ്ക്രീം എപ്പോഴും ഒത്തിരി അങ്ങോട്ട് ഹാർഡായിരിക്കാതെ ഇങ്ങനൊരു സോഫ്റ്റ് ഇതായിട്ടിരിക്കുന്നതാണ് എനിക്കും കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ സ്കൂപ്പ് ആ സംഭവം ഇവിടെ കാണുന്നില്ല, അത് എടുക്കുന്ന ഐസ്ക്രീമിൻ്റെ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് ഇത് കൊണ്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇത്രയും കൂടെ ഒന്ന് ചെയ്തേക്കണം. നമ്മൾ ചോക്ലേറ്റിന് പകരം സ്ട്രോബെറി ഇട്ടാൽ വേറൊരു ഇതായിരിക്കും. ഇത് ചോക്ലേറ്റ് നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം മറ്റേ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടി ഇതായിരിക്കും. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഐസ്ക്രീം, സൂപ്പറാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.